വസന്തകുമാർ രാമൻ ബ്ലോഗ് യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് സംസാരം എന്നാൽ എന്താണ്. പഞ്ചഭൂതാത്മകമായ ശരീരം വെറും ജഡമാണ്. അതിന് ചലിക്കാനുമുള്ള ശക്തിയില്ല. ആത്മാവ് കർമ്മം ചെയ്യുന്നതിനായി ശരീരം സ്വീകരിച്ച് അതിൽ വസിക്കുമ്പോൾ സംസാരം ഭവിക്കുന്നു. ആത്മാവാണ് ശരീരത്തിന് കർമ്മം ചെയ്യാനുള്ള ശക്തിയും ചൈതന്യവും പ്രദാനം ചെയ്യുന്നത്. എത്ര നാൾ ആത്മാവിന് ശരീരവുമായി ബന്ധമുണ്ടോ, ആത്മാവ് ശരീരത്തിൽ വസിക്കുന്നത്ര കാലം അതുവരെ സംസാരം ഭവിച്ചുകൊണ്ടിരിക്കുന്നു. അതായത് ഭൂമിയിൽ വസിച്ച് കർമ്മം ചെയ്ത് സുഖമോ ദുഃഖമോ അനുഭവിച്ച് ജീവിക്കുകയും കർമ്മമൊടുങ്ങുമ്പോൾ ശരീരം ഉപേക്ഷിച്ച് മറ്റൊരു ശരീരം സ്വീകരിച്ച് അതിനൊത്ത കർമ്മം ചെയ്യുന്നു. വീണ്ടും ആ ശരീരത്തിലെ കർമ്മം മതിയാകുമ്പോൾ പിന്നെയും ആ ശരീരം ഉപേക്ഷിച്ച് വേറൊരു ശരീരം സ്വീകരിക്കുന്നു. ഇപ്രകാരം ജനനം മരണം, മരണം ജനനം എത്ര നാൾ ആവർത്തിക്കുമോ അത്ര കാലം സംസാരത്തിൽ കിടക്കുന്നു. ജീവിതത്തിൽ ജീവൻ പുണ്യകർമ്മങ്ങൾ ചെയ്താൽ അഥവാ സൽക്കർമ്മങ്ങൾ ചെയ്താൽ മനുഷ്യനായിട്ടോ ദേവനായിട്ടോ ഒക്കെ ജനിക്കുന്നു. ദുഷ്കർമ്മങ്ങൾ ചെയ്താൽ മനുഷ്യനിലും താഴെയുള്ള പക്ഷി മൃഗാദികളിലോ വൃക്ഷലതാദികളിലോ ഒക്കെ ജന്മം എടുക്കേണ്ടി വരുന്നു. കർമ്മത്തിനൊത്ത് പുല്ല് ഉറുമ്പ് മുതൽ ദേവൻ വരെ ജന്മം ലഭിക്കാം. ജന്മമരണങ്ങൾ മാറി മാറി മുകളിലോട്ടും കീഴോട്ടും സംസാരത്തിൽ കിടന്നുഴന്നാലും സംസാരമോചനം ലഭിക്കുകയില്ല. മോക്ഷം ലഭിക്കുക എന്നുള്ളത് അത്ര എളുപ്പമുള്ള കാര്യമല്ല എന്ന് സാരം.